Hey everyone, welcome back to my channel. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ കുറച്ച് നാളായിട്ടുള്ള എനിക്കുള്ളൊരാഗ്രഹമായിരുന്നു ഐലാഷ് എക്സ്റ്റൻഷൻ ചെയ്യണമെന്ന്. കാര്യം ഇപ്പോൾ നാട്ടിൽ കുറേ സ്ഥലങ്ങളിൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാനൊരു 3-4 വർഷം മുമ്പ് ദുബായിൽ വരുമ്പോഴൊക്കെ നമ്മുടെ നാട്ടിലധികം കോമൺ അല്ലായിരുന്നു. പക്ഷേ ഇവിടെ ഒരുപാട് ആൾക്കാരത് ചെയ്ത് ഞാൻ കണ്ട് നല്ല ഭംഗിയായിട്ടൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അന്ന് തൊട്ടേ എനിക്കുള്ളൊരു ആഗ്രഹമാണ് എപ്പോഴെങ്കിലും ദുബായിൽ വരുമ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കണം എന്ന്. അപ്പോൾ ഫസ്റ്റ് ടൈം ഇത് ദുബായിൽ തന്നെ ചെയ്യണം എന്നുള്ളൊരു ചെറിയൊരു നിർബന്ധം കൂടി എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാനിപ്പോൾ രണ്ടും കൽപ്പിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. എൻ്റെ സിസ്റ്ററിൻ്റെ ഫ്ലാറ്റിൻ്റെ താഴെ തന്നെയുള്ള സെയിം ബിൽഡിങ്ങിലുള്ള ഒരു സലോണിലാണ് ഞാൻ പോയി ചെയ്യാൻ പോകുന്നത്. ഞാൻ അത്യാവശ്യം നാച്ചുറലായിട്ട് ഇരിക്കാവുന്ന രീതിയിലുള്ളതാണ് നോക്കുന്നത്. പല ടൈപ്പ് എക്സ്റ്റൻഷൻസ് ഉണ്ട്. അപ്പം നമുക്ക് താഴെ പോയിട്ട് നോക്കാം എങ്ങനെ ഇരിക്കുന്നത്. ഞാൻ എക്സൈറ്റഡ് ആണ്. അപ്പോൾ ബാക്കി ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്ത് കഴിഞ്ഞ് വന്ന് പറയാം. ഈ ബിൽഡിങ്ങിൻ്റെ RT അതായത് റീറ്റെയിൽ ഫ്ലോറിലേക്കാണ് നമുക്ക് പോകേണ്ടത്. അവിടെയാണ് സലോണും സൂപ്പർ മാർക്കറ്റൊക്കെ ഉള്ളത്. ഇവിടെയുള്ള സലോണിൻ്റെ പേര് ഐലാഷ് സീക്രട്ട് എന്നാണ്. ദുബായിൽ ഫുൾ അവർക്ക് ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെ എത്തി നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തു ഇവരായിട്ട്. എനിക്ക് വേണ്ട ലാഷ് ഞാൻ കാണിച്ചു കൊടുത്തു. ഞാൻ പിൻട്രസ്റ്റിൽ കുറച്ച് റെഫറൻസസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണിച്ചു കൊടുത്തു. എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മളുടെ കണ്ണിൻ്റെ മേലെയും താഴെയൊക്കെ ഇങ്ങനെ ടേപ്പ് ചെയ്ത് വെക്കും. എന്നിട്ട് ഓരോരോ ലാഷസ് എടുത്തിട്ട് ഗ്ലൂ യൂസ് ചെയ്ത് നമ്മളുടെ ആക്ച്വൽ ലാഷസിൻ്റെ കൂടെ ഫിക്സ് ചെയ്ത് വയ്ക്കുകയാണ് ചെയ്യുന്നത്. സോ ടോട്ടലി ഒരു 1.5 hours ഒരു പ്രൊസീജിയറായിരുന്നു. എങ്ങനെയുണ്ട് ഗൈസ് എൻ്റെ ലാഷസ്? അപ്പോൾ ഞാൻ മാക്സിമം നാച്ചുറലായി ചെയ്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ആ ചേച്ചിയുടെ കഴിവുകളൊന്നും മുഴുവനായിട്ട് പുറത്തെടുക്കാൻ പറ്റിയില്ല. പക്ഷെ എന്നാലും എനിക്ക് വേണ്ട പോലെയാണ്. ഞാൻ ഹാപ്പിയാണ്, സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ ഇതിന് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയത് 225 AD എന്തോ ആണ്. അവിടെ സ്റ്റാർട്ടിങ് അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ചെയ്തത് ഐലാഷ് സീക്രട്ട് എന്ന് പറഞ്ഞ സലോണിലാണ്. അത്യാവശ്യം നല്ല സർവീസാണ്, അടിപൊളിയാണ്. അവർ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് തന്നെ എനിക്ക് തോന്നുന്നു ലാഷ് എക്സ്റ്റൻഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്നോട് ഇതിലിപ്പോൾ പറഞ്ഞ കാര്യം ആഫ്റ്റർ കെയർ ആയിട്ട് പറഞ്ഞത് ഒരു 2 to 3 hours വാഷ് ചെയ്യരുത്. പിന്നെ ഒരുപാട് ഇട്ടിങ്ങനെ തിരുമരുത്. 2 to 3 hours പൊതുവെ അങ്ങനെ തിരുമാൻ പാടില്ല. പിന്നെ കിടന്നുറങ്ങുമ്പോൾ ഇങ്ങനെയൊന്നും വെച്ചിട്ട് കിടന്നുറങ്ങരുത്. പിന്നെ ഫേസ് വാഷും ഒരുപാട് സാധനങ്ങൾ, അങ്ങനത്തെ സാധനങ്ങൾ അല്ലെങ്കിൽ ഓയിൽ ഇതൊന്നും ലാഷിലാവാണ്ട് നോക്കുക. അത്രയും തന്നെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. പിന്നെ എനിക്ക് ചെറിയൊരു ബ്രഷും കോംപ്ലിമെൻ്ററി ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഇടയ്ക്ക് ഇങ്ങനെ ചീവി കൊടുത്താൽ ഈ ക്ലട്ടറായിട്ടിരിക്കില്ലേ, അത് ഉണ്ടാകാതെ കുറച്ചും കൂടെ സെപ്പറേറ്റ് ആയിട്ട് ഡിഫറൻഷ്യേറ്റ് ആയിട്ട് ഇരിക്കും. അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു. ഇൻ കേസ് ഇപ്പോൾ ഫസ്റ്റ് 3 days എങ്ങാനും ഫോളോ ഔട്ട് ചെയ്യുകയാണെങ്കിൽ ആ 3 days എനിക്ക് ഫ്രീ ആയിട്ട് തന്നെ ഒരു സെഷൻ പോയി എടുത്തിട്ട് ഫിക്സ് ചെയ്യാൻ പറ്റും. പക്ഷേ മോർ ദൻ 3 days ആയെങ്കിൽ പിന്നെ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള സംഭവം. പിന്നെ ഞാൻ റേറ്റ് പറഞ്ഞല്ലോ, 225 AD ആണ് സ്റ്റാർട്ടിങ് വരുന്നത്. പിന്നെ നിങ്ങൾക്ക് ലാഷിൻ്റെ തിക്നെസ്സും ലെങ്ത്തൊക്കെ അനുസരിച്ച് അത് കൂടി വരും. പിന്നെ എനിക്കിപ്പോൾ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു, ഒരു 2-3 weeks എങ്ങനെയാണ് എന്നൊക്കെയുള്ള അപ്ഡേറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ആ ടൈമിൽ ഷെയർ ചെയ്യാം. സോ ഇന്നിപ്പോൾ എൻ്റെ Day 2 ആണ് വിത്ത് ലാഷസ്. അപ്പോൾ കുറച്ച് ഫോൾ ആയിട്ടുണ്ടായിരുന്നു. അതെനിക്ക് ലെഫ്റ്റ് സൈഡിൽ നിന്ന് മാത്രമാണ് ഫോൾ ആവുന്നത്. പിന്നെ എനിക്ക് ലെഫ്റ്റ് കണ്ണ് അടയ്ക്കുമ്പോൾ ഈ സൈഡിലായിട്ടും ചെറിയൊരു ഇറിറ്റേഷൻ പോലെ ഉണ്ട്. എനിക്ക് വർക്ക് ചെയ്യുന്ന പോലത്തെ ഒരു ഫീലിംഗ് ഉണ്ട്. അപ്പോൾ ഞാനിത് രണ്ടും അവരുടെ അടുത്ത് ഫോൺ ത്രൂ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. അപ്പോൾ അവരെൻ്റെ അടുത്ത് വരാനാണ് പറഞ്ഞത്. ഞാനപ്പോൾ ഇന്നൊന്നും കൂടെ താഴെ പോയിട്ട് അതൊന്ന് കറക്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, ഈ ലാഷിന് ഇവിടെ കുറച്ചും കൂടെ എക്സ്ട്രാ ഉണ്ട്, ഇതിന് അതില്ല. പിന്നെ ഇവിടെ മൊത്തത്തിലൊരു വോളിയം കുറവുണ്ട് കമ്പയർ ടു ദിസ് വൺ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അത് കറക്റ്റ് ചെയ്യാനായിട്ട് ഞാനത് പോവാണ്. ലാസ്റ്റ് ഡേ ചെയ്ത സെയിം പ്രൊസീജിയറാണ് കേട്ടോ റിപ്പീറ്റ് ചെയ്യുന്നത്. ഇന്നലെ എടുത്ത അത്രയും ടൈം എടുത്തില്ല, ഒരു 1/2 hour ഉള്ളിൽ തീർന്നു. ജസ്റ്റ് മിസ്സിങ് ആയിട്ടുള്ള ഏരിയയിൽ അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് വന്ന ഏരിയാസിലൊക്കെ ലാഷ് പിന്നെയും ഫിക്സ് ചെയ്ത് തരുമായിരുന്നു. ഞാൻ വീട്ടിലെത്തി. ഇവിടെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു ഹെയർ തന്നെയായിരുന്നു എനിക്കിങ്ങനെ പോക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു ഐലാഷ് തന്നെ ഇങ്ങനെ പൊന്തി എന്തോ നിന്നിട്ടാണ് അത് പോക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതെനിക്ക് കറക്റ്റ് ചെയ്ത് തന്നു. പിന്നെ പോയ കുറച്ചൊക്കെ ഇവിടത്തെയൊക്കെ മിസ്സിങ് ആയിരുന്നതൊക്കെ കുറച്ച് ഫില്ലാക്കി തന്നു. ഇപ്പം ഇന്നലെ
ഫ്രഷ് ആയിട്ട് ചെയ്തപ്പോൾ എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് അതേപോലെ തന്നെ ആയിട്ടുണ്ട് ഏകദേശം. പിന്നെ അവർക്ക് ആ സലോണിൻ്റെ ഉള്ളിലെ വീഡിയോസ് എടുക്കുന്നതിനോട് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്കൊന്നും അങ്ങനെ ഫുള്ളായിട്ട് ആ പ്രൊസീജിയർ ആണെങ്കിലും ഞാൻ എപ്പോഴും കാണിക്കുന്ന പോലെ എനിക്ക് പ്രോപ്പറായിട്ട് കാണിക്കാൻ പറ്റാഞ്ഞത്. അപ്പോൾ ഞാൻ പറ്റുന്ന പോലെയൊക്കെ കുറച്ച് ബിറ്റ്സാണ് എടുത്തിട്ടുള്ളത്. സോ നിങ്ങൾ ആരെങ്കിലും ഇത് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ബൈ.